ഹേ ഓൾ, ഇന്ന് എൻ്റെ ഒരു കുട്ടി ഈവനിങ് കണ്ടാലോ? വെറുതെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഷൂട്ട് ചെയ്തേക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് ഉച്ചയ്ക്കൊന്നും കിടന്ന കാരണം ആകെ ബെഡ് കലങ്കോലായി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും ഇല്ലാത്ത ആരും നമ്മുടെ ഇവിടെ അടുത്തൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒട്ടുമിക്ക എല്ലാവരുടെയും ഉണ്ടായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നല്ലതാണ്, കാണാനൊക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ പില്ലോ കവർ ബാക്കിൽ കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്. ഈ സിബിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ബാൽക്കണിയിൽ ഇരിക്കാൻ പോയി. നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്. അപ്പം നല്ല തണവും മൊത്തത്തിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കിളികളുടെ സൗണ്ടും മഴ വീണ സൗണ്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. പ്രകൃതി ഭംഗിയുടെ കൂടെ ഞാൻ എൻ്റെ ഭംഗിയും കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചായിരുന്നു. അത് കഴിഞ്ഞ് താഴെ നമ്മൾ വന്നിട്ട് നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വന്ന് കുറച്ച് ദിവസമായി നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു മെയിൽ ഫൈറ്ററാണ്. ഫീമെയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചത്തുപോയി. ഞാൻ നോക്കാത്തതുകൊണ്ടല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് നാൾ, ബാംഗ്ലൂർ പോയിക്കേ. മമ്മിയുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് അതിന് ഫുഡൊക്കെ കൊടുക്കാൻ. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല. അത് ഞാൻ വന്നപ്പോഴേക്കും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. അത് കഴിഞ്ഞ് ബാക്കി മീനുകൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. വേറെ ഒരു അക്വറിയത്തിൽ മീനുകളൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഇവന് പിന്നെ വെള്ളം മാറ്റാനായിട്ട് നമ്മൾ പിടിക്കാൻ പോയാൽ ഞാൻ കുറച്ച് അലമ്പാണ് ആദ്യമൊക്കെ, പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവനെ ഞാൻ കൊണ്ടുവന്നപ്പോൾ മിട്ടു എന്നാണ് പേരിട്ടത്. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കാറൊന്നുമില്ല, പക്ഷെ അങ്ങനെ പേരിട്ട് വെച്ചു. ഇവനെ ഞാൻ കുറേ നാൾക്ക് ശേഷം വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് കാരണം ഇവൻ ഞാൻ ആ പേരിട്ടു. അങ്ങനെ നമ്മൾ കല്ലൊക്കെ മാറ്റി. ഞാൻ വേറെ പ്ലാൻസ് ഒന്നും പറഞ്ഞില്ല, ആകെ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊന്നും ഭംഗിക്ക് കുറച്ച് കല്ലുകളൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം നിറച്ച് ഇവനെ തിരിച്ചിടണം. അങ്ങനെ ഞാൻ മിട്ടുവിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാറ് അവിടെ വന്നത്. ഈ പുള്ളി ഭയങ്കര അലമ്പാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് നിങ്ങൾ കേട്ടില്ലേ, എപ്പം ഞാൻ വീഡിയോ എടുക്കാനും പുള്ളി അവിടെ ഉണ്ടാവും. അങ്ങനെ അവരൊക്കെ കണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വന്നിട്ട്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഉച്ചയ്ക്ക് കഴിച്ചതാണ്. പിന്നെ 4 മണിക്ക് നമ്മളൊന്നും കഴിച്ചില്ല. അപ്പോൾ ചായക്ക് നമ്മളെന്തിനും കഴിക്കണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് ആകെ കൂടെ ഉണ്ടാക്കാൻ അറിയുന്ന മാഗിയായിട്ട് ഞാൻ വന്നത്. അങ്ങനെ മാഗി ഉണ്ടാക്കാനായിട്ട് വലിയ കോൺഫിഡൻസിൽ വീഡിയോ ഒക്കെ എടുക്കണ കാരണം വലിയ കോൺഫിഡൻസിൽ വന്നതാണ്. പക്ഷേ ഈ മാഗി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. അത് എന്തിനാണ് ഇത്ര ചെറിയ മാഗിക്ക് ഞാൻ കുറേ വെള്ളം ഒഴിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കുറേ വെള്ളം കോരി ഒഴിച്ച്. എന്നിട്ടാണെങ്കിൽ ലാസ്റ്റ് പായസം പോലെയാണ് ഞാൻ ആ മാഗി കഴിച്ചത്. പക്ഷെ വലിയ അലമ്പുണ്ടായിരുന്നില്ല, എന്നാൽ കൂടിയും വെള്ളം കുറച്ചധികം കൂടിപ്പോയി. എന്നിട്ട് ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് കളഞ്ഞാലോന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വെറ്റണ വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ മാഗി ഉണ്ടാക്കലാണ്. ആകെ കൂടി എനിക്ക് അത് മാത്രമാണ് ഉണ്ടാക്കാൻ അറിയുള്ളൂ. വേറെ കാണാണ്ടൊന്നും എനിക്ക് ഉണ്ടാക്കില്ല. അപ്പം ഞാൻ മുട്ട പൊരിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുള്ളൂ. വേറെ എനിക്ക് കാണാപ്പാടമായിട്ടൊന്നും ഉണ്ടാക്കി എനിക്കറിയത്തില്ല. യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ വയ്ക്കും. ഞാൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് കാണാണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ അതത്ര വലിയ നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം കുറച്ചൊക്കെ നമ്മൾ കുക്ക് ചെയ്യാനും അതൊരു എന്താ പറയുക, നമുക്ക് അറിയണമല്ലോ. നമ്മളെവിടെ പോയാലും നമ്മൾ കുക്ക് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അല്ല, കുക്ക് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്ര നല്ല കാര്യമല്ല എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ പഠിക്കുന്നതായിരിക്കും കുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എനിക്കിത് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അധികം കോഫി പേഴ്സൺ അല്ല, പക്ഷേ എന്നാൽ കൂടിയും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വല്ലപ്പോഴും കുടിക്കും, സ്ഥിരം കുടിക്കുന്ന ആളല്ല. അപ്പോൾ ഒരു ഭംഗിക്ക് സൈഡിൽ വെക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ കുടിക്കും ചെയ്യും കേട്ടോ. അങ്ങനെ തീരെ കുടിക്കില്ല എന്നല്ല, വല്ലപ്പോഴും കുടിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ പായസം പോലെ ഇരിക്കുന്ന നൂഡിൽസ് നമ്മളെടുത്ത്. ഞാൻ പിന്നെ ഫുള്ള് വെള്ളം വറ്റാൻ നിന്നില്ല, അപ്പോൾ ഭയങ്കര ടേസ്റ്റിന് വ്യത്യാസം വരുമെന്ന് വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ സൂപ്പ് പോലെ അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷെ വലിയ അലമ്പില്ല, എന്നാലും എന്തോ ഒരു പന്തികേടുണ്ട് അതിന്. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അത് ഇത്ര നേരം ഇരുന്ന് വെന്ത കാരണമാണോ എന്നറിയില്ല. ഇങ്ങനെ നമ്മൾ അതൊക്കെ കൊണ്ട് നമ്മൾ നല്ല വ്യൂ കണ്ടുപിടിച്ച്, നല്ല മഴയല്ലേ, മഴയത്ത് ചൂട് നൂഡിൽസ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് സ്പെഷ്യലി നൂഡിൽസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് മേലെ മഴയൊക്കെ കണ്ട് അവിടെ നിന്ന് പോയി ഫുഡ് കഴിക്കാം. ഓക്കെ, ഞാനിതൊക്കെ കൊണ്ട് ബാൽക്കണി പോയി ഇരിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ ഭയങ്കര മഴയും വെള്ളമൊക്കെ ആയത് കാരണം ഞാൻ പിന്നെ നമ്മുടെ ലൊക്കേഷൻ മാറ്റി റൂമിൽ തന്നെയാണ് ഇരുന്നത് കേട്ടോ.
ഇതെൻ്റെ റൂമിലെ ഒരു വാളാണ്. അപ്പം ഞാൻ ഇത് കുറച്ച് നാൾ മുമ്പേ ചെയ്ത് വെച്ചതാണ്, ചുമ്മാ രസത്തിന്. എനിക്കത് ആ സമയത്ത് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പം എനിക്കതൊന്ന് മാറ്റണം എന്നുണ്ട്, റൂം മേക്കോറൊക്കെ ചെയ്യണം എന്നുണ്ട്. അറിയില്ല, ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അധികം സ്കിൻ കെയർ യൂസ് ചെയ്യുന്ന ആളല്ല. ആകെ ഫേസ് വാഷ്, മിനിമലിസ്റ്റിൻ്റെ ഫേസ് വാഷും പിന്നെ ഈ മോയ്സ്ചറൈസറും ലിപ് ബാമും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ പുറത്ത് പോകുകയാണെങ്കിൽ സൺസ്ക്രീനും യൂസ് ചെയ്യും. അങ്ങനെ ഞാൻ ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ നൈസായിട്ടൊന്ന് ബുക്ക് വായിക്കാനിരുന്നു. അപ്പോൾ ഈ ബുക്ക് ഞാൻ 3 ബുക്കായിട്ട് മേടിച്ചത്, ഒരു കോംബോ ആയിരുന്നു. ഞാൻ പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, അതായത് ദിവസം ഒരു 10 പേജെങ്കിലും മിനിമം വെച്ച് വായിക്കണം എന്നുള്ളത്. പിന്നെ ഈ ബുക്ക് മാർക്ക് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ശരി, ഞാൻ ബുക്കൊക്കെ വായിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യണേ. ബൈ.